ഹലോ മക്കളെ, ഷാഡോ ബ്രോഡ്കാസ്റ്റിൻ്റെ സൗജന്യ വിദ്യാഭ്യാസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗഫൂർ, നിങ്ങളുടെ മാത്സ് ഫാക്കൽറ്റിയാണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് മുതൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ചാപ്റ്ററിന് തന്നെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള, വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്, ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ആ ടോപ്പിക്കിൻ്റെ പേരാണ് റിലേഷൻ. നമുക്ക് എല്ലാവർക്കും അറിയാം എന്തൊക്കെ ടൈപ്പ് റിലേഷൻ നമുക്ക് ഉണ്ട് എന്നത് വളരെ ഭംഗിയിൽ എല്ലാവർക്കും അറിയുന്നതാണ് ഇല്ലേ? ഒരുപാട് റിലേഷൻസ് ഉണ്ട്. അച്ഛൻ അമ്മ, അച്ഛൻ മകൻ, അച്ഛൻ മകൾ, ഇതൊക്കെ നമുക്ക് അറിയുന്ന റിലേഷനാണ്. ഇതല്ലാതെയും നമ്മൾ ഒരുപാട് റിലേഷൻ നമ്മൾ കാണുന്നതാണ് ഉണ്ടല്ലോ. അപ്പം ഇത്തരത്തിലുള്ള റിലേഷൻസ് എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത് ഈ ചാപ്റ്ററിലൂടെ എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് മക്കളെ ഇതിൻ്റെ സ്ക്രീനിൽ എങ്ങനെയാണ് റിലേഷനെ കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം. ഇപ്പം ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്കായിട്ടുണ്ടാവില്ല, മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കാം. നമുക്ക് റിലേഷനെ ആർ എന്ന് വിളിക്കാം. റിലേഷൻ ആർ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വിളിക്കാൻ പറ്റും. ആർ എന്ന റിലേഷൻ വിളിക്കാൻ പറ്റും. അത് രണ്ട് സെറ്റുകൾക്കിടയിലായിരിക്കും റിലേഷൻ. അതായത് നമ്മൾ സാധാരണ പറയുന്ന പോലെ റിലേഷൻ രണ്ട് ആളുകൾക്കിടയിലാണ് എന്ന് പറയുന്നത് പോലെ രണ്ട് സെറ്റുകൾക്കിടയിലാണ് എന്ത് പറയുക? റിലേഷൻ നമ്മൾ നടക്കുക എന്നാണ് പറയുക. അതായത് രണ്ട് സെറ്റുകൾ നമ്മൾ എടുക്കുമ്പോൾ ഒരു സെറ്റ് എടുക്കുകയാണ്, രണ്ട് സെറ്റുകൾ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുക എന്നതാണ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ തൽക്കാലം വിളിക്കുന്നു ഒന്നാമത്തെ സെറ്റ് ലെറ്റ് ഇറ്റ് ബി എ, രണ്ടാമത്തെ സെറ്റ് നമുക്കതിനെ എക്സ് എന്ന് വിളിക്കാം. ഈ എ എന്നുള്ള സെറ്റിൽ ഒരു 1-2 എലമെൻറ്റ്സ് ഇതിനകത്ത് ഉണ്ട് എന്ന് വിളിക്കുക. ഈ എക്സ് എന്നുള്ളതിലും എന്തുണ്ട്? ഒരു 2-3 എലമെൻറ്റ്സ് ഇതിനകത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഉണ്ട്. അതായത് എ എന്നുള്ളത് നമ്മുടെ ക്ലാസ് റൂമാണെന്ന് വിചാരിക്കുക, എക്സ് എന്നുള്ളത് തൊട്ടപ്പുറത്തെ ക്ലാസ് റൂമാണെന്ന് വിചാരിക്കുക. ഈ എയിലെ അതായത് ആദ്യത്തെ ക്ലാസ് റൂമിലെ ഒരു കുട്ടി മറ്റേ ക്ലാസ് റൂമിലെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? നോക്കുന്നു. റിലേഷനിലാണെന്ന് വേണമെങ്കിൽ പറയാം, കുഴപ്പമില്ലല്ലോ. എ ഈസ് റിലേറ്റഡ് ടു എക്സ് എന്നാണെങ്കിൽ പറയാം. രണ്ടാമത്തെ ഒരു കുട്ടിയും എന്ത് ചെയ്യും? മൂന്നാമത്തെ നമ്പർ, അതായത് ഒരു കുട്ടി മറ്റൊരു കുട്ടിയെ നോക്കുന്നു. രണ്ടാമത്തെ റിലേഷൻ. ബിയും എന്ത് ചെയ്യുന്നുണ്ട്? 3 എന്നുള്ളത് 4ലേക്ക് പോകുന്നുണ്ട്, മറ്റൊരു റിലേഷൻ. സോ നമുക്ക് മൊത്തത്തിൽ ഒറ്റ വാക്കിൽ പറയാൻ പറ്റും എ ഈസ് റിലേറ്റഡ് ടു എക്സ് എന്ന് പറഞ്ഞിട്ട്. അതായത് ഈ എ എന്നുള്ള സാധനം എന്ത് ചെയ്യുന്നുണ്ട്? എക്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്കിടയിൽ എന്തുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്. ആർ എന്ന് പറയുന്നത് ഒരു റിലേഷനാണ്. എ ഈസ് റിലേറ്റഡ് ടു എക്സ്. ഇവിടെ സെറ്റാണ് ഉദ്ദേശിക്കുന്നത്. എ എന്നുള്ള സാധനം എക്സുമായിട്ട് എന്ത് ചെയ്യാണ്? റിലേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണുള്ളത്. പിന്നെ നമ്മൾ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു ക്ലാസ്സിൽ 2 അല്ലെങ്കിൽ 3 കുട്ടികളായിരിക്കില്ല, ഇല്ലല്ലോ. അവിടെ ഉണ്ടാവും നമ്മൾ കാണുന്ന പോലെ സിഗ്മയും എല്ലാം ഉണ്ടാവും. 4, 5. അതായത് ഇവിടെ ഒരു ഇതിലും ഇല്ലാത്ത ഒരുപാട് പേര് നമ്മുടെ ക്ലാസ്സിൽ തന്നെ എക്സാമ്പിളായിട്ട് ഉണ്ടാകുമല്ലോ. ഇവിടെ ഉണ്ടാവും. അതേപോലെ അപ്പുറത്തുണ്ടാകും. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മൾ അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ല. അപ്പം ഈ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഇതെങ്ങനെയാണ് എന്തോ പറയുന്നത്? ഈ റിലേഷൻ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയാം. ഇനി ഈ ഇതിൽ മുന്നോട്ട് പോകുമ്പോൾ, റിലേഷൻ എന്നുള്ള ടോപ്പിക്കിൽ മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വെക്കണം. അത് എങ്ങനെയാണ് എന്നതാണ്. നോക്കൂ, എ ടു എക്സ്, അതായത് ഇവരെല്ലാം ആരോ മാർക്ക് അങ്ങോട്ടാണ്, തിരിച്ച് ഇങ്ങോട്ടില്ല. പാവങ്ങളാ, വൺ സൈഡാണ്. പക്ഷെ അതൊരു കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ? ഇവരൊക്കെ നല്ലൊരു ഉദാത്തമായിട്ടുള്ള ഒരു പേര് നമുക്ക് വിളിക്കാനുണ്ട്. ഒന്നാമത്തെ, അതായത് കൊടുക്കുന്ന ആളുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് സെറ്റ് നമുക്ക് ഡൊമെയിൻ എന്ന് വിളിക്കാം. ഡൊമെയിൻ. രണ്ടാമത്തെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റേഞ്ച് എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. അതായത് ആദ്യത്തെ സെറ്റിലുള്ള എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണ് അത് ഡൊമെയിൻ. രണ്ടാമത്തെ സെറ്റിന് നമുക്ക് എന്ത് പറയാം? റേഞ്ച് എന്ന് വിളിക്കാം. ഇതിന് മറ്റൊരു പേര്, ഇതിന്റെ എലമെന്റ്സിനെ നമുക്ക് കോ ഡൊമൈൻ എന്ന് കൂടി നമുക്ക് വിളിക്കാം എന്നാണ്. അതായത് ഡൊമൈൻ, കോഡൊമൈൻ എന്ന് പറയുമ്പം റേഞ്ച് എന്ന് പറഞ്ഞിട്ട് വരുന്ന കാര്യമാണ്. അപ്പം ഇതൊക്കെ എന്താണെന്ന് പറയുന്നത് നമ്മൾ അറിയേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി എന്ത് ചെയ്യാണ് ഞാൻ പറയുന്നുണ്ട്. ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണിത്? ഈ സെറ്റിലുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുക. എപ്പോഴും ഈ റേഞ്ച് എന്നുള്ള സാധനം, കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ടോട്ടൽ സെറ്റിനാണ് നമ്മൾ കോഡൊമൈൻ എന്ന് പറയാം കേട്ടോ. കോഡൊമൈൻ എന്ന് പറയുമ്പോൾ ടോട്ടൽ സെറ്റിന് വിളിക്കുന്ന പേരാണ്. റേഞ്ച് എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ഒരു എലമെന്റ്സിനെയും നമ്മൾ എടുത്തെടുത്ത് പറയുന്നതാണ് എന്ത്? റേഞ്ച് എന്ന് പറയാം. സോ കോഡൊമൈൻ എന്ന് പറയുന്നത്, അതായത് റേഞ്ച് എന്ന് പറയുന്നത്, ഇറ്റ് വിൽ ബി എ സബ്സെറ്റ് ഓഫ് കോഡൊമൈൻ.
നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സബ്സെറ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് സബ്സെറ്റ് എന്ന് പഠിച്ചു, എന്താണ് സൂപ്പർ സെറ്റ് എന്ന് വരെ ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉണ്ടല്ലോ, ഉണ്ട് സെറ്റ്. അപ്പം ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇതിൻ്റെ നോട്ട്സൊക്കെ എന്ത് ചെയ്യുക, വളരെ ഭംഗിയിൽ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഈ ക്രോസ് പ്രൊഡക്റ്റിൻ്റെ കാര്യത്തിലൊക്കെ എങ്ങനെ പറയുന്ന സമയത്ത് നമുക്കറിയാം നമ്പർ ഓഫ് എലമെൻറ്റ്സ് എങ്ങനെ എന്നുള്ള കാര്യം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, പറ്റും. അതേപോലെ നമുക്ക് ഇവിടെയും ഉണ്ട് നമ്പർ ഓഫ് എലമെൻറ്റ്സ് എങ്ങനെയാണ് നമുക്ക് ഇവിടെ പറയാൻ പറ്റുക എന്നുണ്ട്. ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് ഞാനത് റിമൈൻഡ് ചെയ്ത് തരാം. എ ക്രോസ് ബി എന്നുള്ളതിൽ എത്ര എലമെൻറ്റ്സ് ആണ് എന്നതിന് എങ്ങനെ കാണുക, എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ആൻഡ് ദ മൾട്ടിപ്ലൈഡ് വിത്ത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി. അങ്ങനെയാണ് എന്ത് പറയുന്നത്, ക്രോസ് പ്രൊഡക്റ്റ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം കൂടി അന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാനിവിടെ പറയുകയാണ്. ഐദർ എ ഓർ ബി. മക്കളെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നൾ സെറ്റ് ആയി കഴിഞ്ഞാൽ, നൾ സെറ്റ് പറഞ്ഞാൽ ഈ 5 സിമ്പിൾ അല്ലേ, നമുക്ക് മാഗ്നറ്റിക് ഫ്ലക്സ് ഒക്കെ കാണുന്ന ഒരു സിമ്പിൾ നമ്മൾ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ സാധനം, ആ മഹാൻ തന്നെ. ഇവിടെ ഇതിനർത്ഥം എന്താ, നത്തിങ്, ഒന്നുമില്ല കേട്ടോ. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊള്ളയാണ് എന്നാണ് മീൻ ചെയ്യുന്നത്. സാധാരണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ എ അല്ലെങ്കിൽ ബി നള്ളായി കഴിഞ്ഞാൽ അതിനകത്ത് വാല്യൂ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എ ക്രോസ് ബി എന്തായിരിക്കും? അതെ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം പുകയാണെങ്കിൽ മൊത്തം കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും, സ്വാഹ, കട്ടപ്പുകയായിരിക്കും, അതായത് നള്ളായിരിക്കും. അതാണ് എന്ത് എലമെന്റ്സിന്റെ കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്, നമ്പർ ഓഫ് എലമെന്റ്സിന്റെ കാര്യത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് മക്കളെ. അതേപോലെ നമ്പർ ഓഫ് റിലേഷൻസ്, അതായത് എത്ര റിലേഷൻസ് ഉണ്ടാകും. ഇപ്പൊ നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടിരിക്കുന്ന ഈ ക്ലാസ് റൂമുകളിൽ അല്ല, ഈ ക്ലാസ് റൂമിലല്ല, ഈ സെറ്റുകളിൽ നോക്കിക്കോളൂ. എത്ര റിലേഷൻസ് വേണമെങ്കിൽ 1 2 2 3 3 4 അതൊക്കെ ഉണ്ടാവും. മേ ബി അങ്ങനെ ഉണ്ടാവും. പിന്നെ ചില മഹാന്മാരുണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ 1 എന്ന മഹാൻ ചിലപ്പം 1 അറ്റ് എ ടൈം 2നെ എന്ത് ചെയ്യും, നോക്കും, അറ്റ് എ ടൈം എന്ത് ചെയ്യും, 3നെ നോക്കും. ഇനിയിപ്പോൾ 2 എന്നുള്ളത് കുറച്ചുകൂടി മാന്യനാണ്, കാരണം 3നെ നോക്കി മറ്റൊരാൾ നോക്കുന്നതിലേക്കല്ല, പകരം പുതിയ ആളെ കൂടെ എന്ത് ചെയ്യാം, മേ ബി നോക്കാം, ഉണ്ടാവാം. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്, തെറ്റാണ്, ആണല്ലോ. യെസ്, ഇങ്ങനെയും എന്ത് ചെയ്യാം, റിലേഷൻസ് ഉണ്ടാകാം. മേ ബി ഉണ്ടാവും, കാരണം തോന്നിക്കൂടെ, ഒരാൾക്ക് രണ്ടാളെ കൊണ്ട് എന്ത് ചെയ്യാം, ഒരു ഇത് തോന്നാനുള്ള ചാൻസ് ഉണ്ട്, മേ ബി അതൊക്കെ ഉണ്ടാവുമായിരിക്കാം. അപ്പം അതേപോലെ എങ്ങനെയാണ് അത് ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് വരുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ നമ്പർ ഓഫ് റിലേഷൻസ് നമുക്ക് എങ്ങനെ കിട്ടും, എങ്ങനെ കാണും എന്ന കാര്യമാണ് എന്തിരിക്കുന്നത് ഇവിടെ ആക്കിയിരിക്കുന്നത്. ഇപ്പം 2 സെറ്റുകളാണ് നമുക്ക് ഉള്ളത്. ഒരു സെറ്റിൻ്റെ പേര് എ, മറ്റൊരു സെറ്റിൻ്റെ പേര് ബി. ഈ സെറ്റിൻ്റെ പേര് എ ബി തന്നെ ഇടുന്നത് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു നിർബന്ധമില്ല. എന്താ പറയുക, നമ്മൾ ഇടുമ്പോൾ നമ്മളൊരു ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, എ എന്നിടാം, ബി എന്നിടാം. ഇനിയിപ്പം നിങ്ങൾക്ക് ഈ സെറ്റിൻ്റെ പേര് ഇഷ്ടപ്പെട്ടില്ല, വേറെ ഏതെങ്കിലും സെറ്റ് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ഇടാം, ഒരു കുഴപ്പമില്ല. ഓക്കെ, സി മക്കളെ, നമ്മൾ ഇവിടെ കണ്ടു. ഇപ്പം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ എന്നുള്ളത്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്നുള്ളത് ഇൻ എ എന്ന സെറ്റിൽ പി എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ പി ഒരു നാച്ചുറൽ നമ്പർ ആണ് കേട്ടോ. ആ നമ്പർ ഹോൾ നമ്പർ തന്നെ വെക്കാം, ചിലപ്പം 0യും വരാമല്ലോ, 0 1 2 3. അപ്പം എന്തോ ആയിക്കോട്ടെ, പി എന്നൊരു നമ്പറാണ്. അത് 10 ആവാം, 15 ആവാം, 20 ആവാം, 25 ആകാം, എന്തോ ആയിക്കോട്ടെ. അതുപോലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി, അതായത് ബി എന്ന സെറ്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സ് നമ്മൾ അതിനെന്ത് ചെയ്തു, ക്യൂ എന്ന് വിളിച്ചു. അപ്പൊ മക്കളെ, നിങ്ങൾ പറഞ്ഞേ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ ക്രോസ് ബി, അതായത് എ ക്രോസ് ബി എന്നുള്ളത് എടുക്കുമ്പോൾ, അതായത് എ ക്രോസ് ബി, എൻ്റെയും ബിൻ്റെയും ക്രോസ് പ്രോഡക്റ്റ് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കാം, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ വിച്ച് ഈസ് ഇൻടു നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ ബി എന്ന് പറയുമ്പം പി ക്യൂ എന്ന് വിളിക്കുന്നു അല്ലേ. ഈ പി ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ, എ ക്രോസ് പി എന്നുള്ള ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന നമ്പർ ഓഫ് എലമെന്റ്സ് ആണ് ക്രോസ് പ്രോഡക്റ്റിന്റെ. ഇതെന്തിനാ ഇവിടെ പറയാന്നൊരു ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവും ഇല്ലേ മക്കളെ. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് എ ടു ബി എന്നുള്ള റിലേഷൻ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം കേട്ടോ. അതായത് റിലേഷൻ ഫ്രം എ ടു ബി, ഇത് സൂചിപ്പിക്കുന്നത് ഈ ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് ചെയ്യുന്നുള്ളൂ, അവരവിടെ മീൻ ചെയ്യുന്നുള്ളൂ. അതായത് റിലേഷൻ ഫ്രം എ
ടു ബി. എയിൽ നിന്ന് ബിയിലേക്ക്. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ദേ ഇവിടെ ഈ സ്ലൈഡിൽ കാണിച്ച പോലെ എയിൽ നിന്ന് എക്സിലേക്ക് എന്ന് പറഞ്ഞ പോലെ എയിൽ നിന്ന് സം ടു someone else, അതായത് അതിലേക്ക് പോകുന്ന ഒരു രീതിയാണ് എന്ത് പറയുന്നത്, ഈ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് നമ്പർ ഓഫ് റിലേഷൻസ് എത്ര വരും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പറയാൻ പറ്റും. അതായത് എത്ര റിലേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ആർ ഉദ്ദേശിക്കുന്നത് സെറ്റ് അല്ല, ഞാൻ റിലേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. ആർ എന്നുള്ള എന്തല്ല, സെറ്റ് അല്ല, അത് റിലേഷൻ ആണ്. നമ്പർ ഓഫ് റിലേഷൻ ഫ്രം എ ടു ബി, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് എത്ര റിലേഷൻസ് വരാം, അതിനൊരു പ്രത്യേക നമ്പർ ഉണ്ട്, ആ നമ്പറാണ് 2 to the power PQ. അപ്പൊ ഈ PQ എന്താണെന്നൊരു ചോദ്യം നിങ്ങൾക്ക് ഉണ്ടാവും. ഒന്നുമില്ല, ക്രോസ് പ്രൊഡക്റ്റ് ചെയ്തപ്പം അപ്പൊ 2-ന് എന്ത് ചെയ്യാം, ഇത്രയും പവർ ആക്കിയിട്ട് എടുക്കാം, അത്രേ ഉള്ളൂ. ഇപ്പം A ക്രോസ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ആണെങ്കിൽ എന്ത് ചെയ്യണം, 2⁴ 16. അത്രയും റിലേഷൻസ് എന്ത് കിട്ടും. അതായത് എയിൽ 2 എലമെന്റ്സേ ഉള്ളൂ, ബിയിലും 2 എലമെന്റ്സേ ഉള്ളൂ. 3, 4 ആണെങ്കിൽ എത്ര റിലേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. യെസ് എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 × 2 4. അപ്പോൾ 2⁴ 16 റിലേഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അതായത് അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ റിലേഷൻ്റെ കാര്യം, റിലേഷൻ മാത്രമല്ല വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്ത്, റിവേഴ്സ് അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ. ഓക്കെ, ആ കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട് എന്നതാണ്. അതായത് ഇൻവേഴ്സ് റിലേഷൻ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ വരുന്നുണ്ട്. നോക്കിക്കോ മക്കളെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ പുതിയൊരു സെറ്റാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിനെ വിളിക്കുന്നു ഡി. ആ ഡിയിൽ എ ബി എന്നുള്ള എലമെന്റ്സ് ഉണ്ട്. എ ബി എന്നുള്ളത് ഈ എയും ബിയും എ ബി, ഈ എയും ഈ ബിയും ഒരു റിയൽ നമ്പർ ആയിരിക്കും. ഒബ്വിയസ്ലി ഇതൊരു ഇതായിരിക്കും. ആൻഡ് ഇതെന്താണ്, എയിൽ നിന്ന് ബിയിലേക്കുള്ള, അതായത് എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ആണ്. എയിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷൻ ആണെന്ന് വിചാരിക്കുക. ഇത് സെറ്റ് എ ഉണ്ട്, സെറ്റ് ബി ഉണ്ട്. അപ്പം നമ്മുടെ മനസ്സിൽ ഓടി വരണം, എ എന്ന് പറയുന്നത് സെറ്റ് എന്റെ എലമെന്റ് ആയിരിക്കും. ബി എന്ന് പറയുന്നത് എന്തായിരിക്കും, സെറ്റ് ബി ന്റെ എന്തായിരിക്കും, എലമെന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ എവിടേക്ക് എത്തണം, നമ്മുടെ മനസ്സിലേക്ക് ഓടി വേണമല്ലോ. അപ്പം ആർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, റിലേഷൻ ആയിരിക്കും. ഇതിന്റെ ഇൻവേഴ്സ് റിലേഷൻ നമ്മൾ എന്ത് പറയും, r⁻⁻1 എന്ന് പറയും. മക്കളെ ഒന്നുമില്ല, എ ബി ആണെങ്കിൽ എന്ത് ചെയ്യണം, ബി എ എന്ന് എന്ത് ചെയ്യാം, എഴുതുക. അതായത് എ ബി ആണെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ബി എ എന്ന് എഴുതണം. അവിടെ എന്ത് ചെയ്യണം, എ കോമ ബി എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എൻ എലമെന്റ് ഓഫ്, മേ ബി ഇറ്റ് വിൽ ബി എ റിയൽ നമ്പർ. പിന്നെ ഉണ്ടല്ലോ ഈ റിലേഷൻ എന്നുള്ള ഈ ചാപ്റ്റർ, ഈ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ ഭൂരിഭാഗവും കൂടുതലും എങ്ങനെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പേഴ്സിൻ്റെ ബേസിസിലായിരിക്കും എന്ത് ചെയ്യുന്നത്, കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ, അതിനകത്ത് തർക്കമൊന്നുമില്ലല്ലോ, ഇല്ല. ഇനി ഈ ചില റിലേഷൻസ് ഒക്കെ നമ്മൾ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചില സംശയങ്ങൾ, ചില ഡൗട്ട് നമ്മുടെ മനസ്സിലുണ്ടാവും. അത് എങ്ങനെയാണെന്നുള്ളതാണ്. ഈ റിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്കായിരിക്കും. ദാറ്റ് ഈസ് എ റിലേഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി. അത് എങ്ങനെയുമാകാം. അത് എങ്ങനെയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യും, നമ്മൾ വളരെ ഭംഗിയിൽ പഠിക്കും. കാരണം ഇപ്പം നമ്മൾ തൊട്ട് മുന്നേ എഴുതിയതുപോലെ, ഇത് എഴുതിയതുപോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു സെറ്റ് ഇവിടെ താഴെ എഴുതിയിരിക്കുന്നുണ്ടല്ലേ, അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് എഴുതാൻ പറ്റും. ലൈക്ക് 2, 3 ഒരു സെറ്റിനകത്ത് എഴുതുമ്പം, അതുപോലെ തന്നെ 3, 4 എന്നൊരു സെറ്റിനകത്ത് എഴുതുമ്പം, ഒരു 4, 5 മറ്റൊരു സെറ്റിനകത്ത് എഴുതുമ്പം നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇതൊരു റിലേഷൻ ആണ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എന്നറിയോ, ഇത് എവിടെ നിന്ന് എവിടേക്കാണ് എന്നൊക്കെ നമുക്ക് വളരെ ഭംഗിയിൽ നമുക്ക് പറയാൻ പറ്റും. അത് എങ്ങനെ പറയും, അത് എന്ത് പറയും എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത എപ്പിസോഡിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മക്കളെ, റിലേഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റിലേഷൻ മാത്രമല്ല, ഈ റിലേഷൻ പറഞ്ഞ സമയത്ത് ഞാൻ എന്താണ് ഡൊമൈൻ എന്ന് പറഞ്ഞു, റേഞ്ച് എന്താന്ന് പറഞ്ഞു, കോഡൊമൈൻ എന്താന്ന് പറഞ്ഞു, റേഞ്ചും കോഡൊമൈനും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
മക്കളുടെ എല്ലാ സംശയങ്ങളും എന്ത് ചെയ്യുക, പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. സംശയങ്ങളൊന്നും മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്. കോൺസെപ്റ്റുകളൊക്കെ വളരെ ഭംഗിയിൽ പഠിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.